Thank you.
വളരെ 70 പരം വർഷങ്ങൾ പഴക്കമുള്ള ഒരു മനോഹരമായ സമർപ്പണ ഗാനം നമുക്ക് എല്ലാം ചേർന്ന് കണ്ടിച്ച് പാടി കർത്താവിനെ ഒരുമിച്ച് ആരാധിക്കാം.
കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും അന്യനല്ല സ്വന്തം കണ്ണാൽ തന്റെ മുഖം കണ്ടിടും 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 പ്രിയനെ ഞാൻ കണ്ടിടും അന്യനല്ല സ്വന്തം കണ്ണാൽ തന്റെ മുഖം അവങ്കിലേക്ക് നോക്കിയൊരു പ്രകാശം അവിടെ പോലെ നിലവിളിച്ച് കേട്ടോട് സകല കൽത്തങ്ങളിൽ നിന്ന് വിടുവിച്ച് എല്ലാവരും പ്രാർത്ഥിക്കാനുള്ള കൃപ എല്ലാവർക്കും നീ കൊടുക്കണമേ. എല്ലാവരും നാമം ചലിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് കാല കർത്താവേ ദൈവസന്നിധി കടന്ന് പ്രാപിച്ചെടുക്കുക, സ്വർഗം വെടിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇന്നത്തെ ആരാധന തന്നെ സ്വർഗത്തിന്റെ ആരാധന വെളിപ്പെടുക സഹായിക്കണമേ.
കുടുംബത്തെയും ഈ ജനത്തിന് വിടുതൽ നൽകുക എന്ന രാഷ്ട്രങ്ങൾക്ക് എല്ലാവരുടെ വിട്ടുകൊണ്ടും ദൈവത്തിന്റെ സ്തോത്രം. എല്ലാ മതത്തിലും എല്ലാ ചോദ്യം ആത്മീയ സന്യാസ ഉപവാസ തുടർന്ന എല്ലാ പ്രവർത്തനങ്ങളും ദൈവത്താൽ അനുഗ്രഹമായി തരട്ടെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, മനസ്സത്തിന്റെ അവസാന യോഗം ഏറ്റവും അനുഗ്രഹമായി തീരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസരം തകർത്തുകൊടുന്ന സഹപ്രവർത്തക കുടുംബത്തിന് എല്ലാവരും അനുഗ്രഹം പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങൾ പ്രാർത്ഥി ദൈവത്തിന്റെ വലിയ പ്രവർത്തി വെളിപ്പെടട്ടെ എന്ന് പറഞ്ഞ നല്ല കാലാവസ്ഥ എല്ലാം നൽകിയ ഭാരതത്തിന് എല്ലാം രക്ഷിക്കുന്ന മലയോരങ്ങളെല്ലാം ദൈവത്തിന്റെ പ്രവർത്തി വെളിപ്പെടാം. എല്ലാവരുടെയും കടലും കാര്യം എല്ലാം സൃഷ്ടിച്ച് ദൈവത്തിന്റെ വലിയ സാധനം ദൈവത്തിന്റെ മഹത്വമുള്ള പ്രവർത്തി വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദുർഘടങ്ങൾ നിരപ്പാക്കുന്ന ദൈവപ്രകാരം കൃപ ചെയ്ത് അനുഗ്രഹിക്കണമേ. വിഷയങ്ങളെയൊക്കെ ഭാരപ്പെടുന്നവരുണ്ട്. അവരുടെ എല്ലാം ദൈവത്തിന് പ്രാർത്ഥിക്കുന്ന ഭാരപ്പെടുന്നത് മറ്റു വിഷയങ്ങളെ അവിടേക്ക് കൊച്ചു മക്കളെ പ്രാണാത്മാവിന് ബലപ്പെടുന്നവരും ദൈവകൃപയെ വളരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥി. പലവിധ പകർച്ചവ്യാധികളൊക്കെ നാശങ്ങളുണ്ട്. അതെല്ലാം ദൈവമക്കൾ ഞങ്ങളുടെ ആത്മാവിന്റെ സാന്നിധ്യം ദേശം കൊണ്ട് പ്രാർത്ഥികൃപകാരമായി നഗരുന്ന കൃപയ്ക്ക സ്വോത്രം ചെയ്ത് നടപടി വന്നവരും വരേണ്ടവരും വരങ്ങൾ വരുമ്പോൾ എല്ലാം കൂട്ടിച്ചേർക്കുന്ന പുതിയ പുതിയ ആത്മ കടന്നു ആലയം നിറയപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് അളവിടാത്ത കൃപ എല്ലാവരും പകർന്നുകൊണ്ട് വിളിച്ചുകൊണ്ട് നിയന്ത്രിച്ച് ദൈവം അധികം ഒരു എല്ലാം നിയന്ത്രിക്കുക എല്ലാം പരിശുദ്ധ സദാ ഇടപെട്ട് ദൈവത്തിന്റെ മഹത്വമുള്ള ഒരു ശുശ്രൂഷ ചെയ്തെടുക്കാൻ സഹായിക്കുന്ന സ്വർഗ്ഗം നിങ്ങൾ ഇടപെടണം. അതിന് സൂക്ഷിച്ച ആത്മാവിന്റെ ശുശ്രൂഷ ദൈവം ആത്മാവാകുന്ന ആ ആത്മാവ് ഇറങ്ങി ഞങ്ങളുടെ പ്രവൃത്തി ചെയ്തെടുക്കണമെന്ന് സകലിൽ പരിശുദ്ധം വ്യാപരിച്ച് ഞങ്ങളുടെ സാന്നിധ്യം ഇറങ്ങി ദൈവത്തിന് വലിയ പ്രവൃത്തി ചെയ്യുക. സ്വർഗ്ഗം ഇടയായിരുന്നു ശേഷിക്കുന്ന ഓരോ ഭാഗങ്ങളും ദൈവകൃപ നടത്തി എനിക്ക് ചന്ത ഉദയങ്ങ് ചെയ്തെടുക്കുന്ന എല്ലാ കൃപകൾക്ക് ഞങ്ങളുടെ ദൈവത്തിന്റെ സ്തോത്രം എല്ലാ മഹത്വം ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുമോ തിരുവല്ല ഭാഗത്തു നിന്ന് കടന്ന് പ്രാർത്ഥന നയിക്കും. എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കും. ഹല്ലേലൂയ. അതിനായി ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിനായി ദൈവത്തിന് സ്തോത്രം. എല്ലാവരും നിങ്ങളുടെ വിഷയങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മളെ കണ്ണുകളെ അടച്ച് നമ്മെ മുഴുവനുമായിട്ട് കാണുന്ന ദൈവത്തിന്റെ സന്നിധി നമ്മെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. ഈ എളിവൻ നിലവിളിച്ചപ്പോ കേട്ടു, സകല ഘട്ടങ്ങളിൽ നിന്നും വിടുവിച്ചു എന്ന് തിരുവചനത്തിൽ വായിക്കും. ഇന്നത്തെ പകലിലെ അനുഗ്രഹത്തിനായി നമ്മുടെ ബന്ധപ്പാടുകളും ആവശ്യങ്ങളും പറഞ്ഞ ഈ സമയങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ നമുക്ക് ദൈവം ഇത്രത്തോളം ഇടയാക്കിയതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സ്തുതികളിൽ മേൽ വസിക്കുന്നവനായ ദൈവം ആഗതനായിരിക്കാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 2 3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടി വന്നാലും ഞാൻ ആയവരുടെ നടുവിൽ ഉണ്ടായിരിക്കാമെന്ന് അരുളിയ കർത്താവ് വാസ്തവമായി ഈ പ്രഭാതത്തിൽ ഈ പകലിൽ നമ്മുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കാൻ തോന്നുന്നു. നമ്മുടെ മാംസക്കണ്ണുകളാൽ നമുക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും ആ അദൃശ്യമായിരിക്കുന്ന സാന്നിധ്യം നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. എല്ലാവരും അന്യചിന്തകൾ വിട്ടുകൊണ്ട് ഏകമായ ഒരപ്പന്റെ മക്കളെ പോലെ നമുക്ക് കർത്താവിനെ സ്തുതിച്ച് ഉപത്തപ്പെടുത്താം, പ്രാർത്ഥിക്കാം. മഹാകാരുണ്യവാനായിരിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, പ്രിയ പിതാവേ, അവിടുത്തെ പുത്രനെ ഞങ്ങളെ വീണ്ടെടുക്കുവാനുമായ കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറ നാമത്തിൽ ഈ പകലിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒന്നിച്ചു കൂടുവാൻ മനോഹരമായിരിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മ നൽകിയതിനായി നന്ദിയോട് സ്തോത്രം. ഉള്ളങ്ങളെ ഉള്ളാന്തരങ്ങളെ മനസ്സിലാക്കുന്ന ദൈവം, ഞങ്ങളെ പൂർണ്ണമായി മനസ്സിലാക്കുന്ന ദൈവമായിരിക്കാൻ നന്ദിയോട് സ്തോത്രം. ഞങ്ങളെ താഴ്ത്തി നിന്റെ കയ്യിൽ ഫലമേൽപ്പിച്ച് അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ കുമ്പിടുന്ന കർത്താവേ, അവിടുന്ന് യഥോവാനായിരിക്കാൻ സ്തോത്രം. നിലവിളി കേൾക്കുന്ന ദൈവമായിരിക്കാൻ സ്തോത്രം. ഒത്തിരി ഒത്തിരി ആവശ്യങ്ങളുമായാണ് ഞങ്ങൾ നിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ആഗ്രഹങ്ങളെ ആവശ്യങ്ങളെ
അവിടുന്ന് മാനിച്ച് സമയോചിതമായി ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുള്ളതിനായി സ്തോത്രം. കഷ്ടകാലത്ത് നീ എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിന്നെ വിടുവിക്കാം. കർത്താവേ, കഴിഞ്ഞ കാലങ്ങളിൽ കഷ്ടതയുടെ കണ്ണുനീരിന്റെ സ്ഥാനത്തുകൂടി ഞങ്ങൾ കടന്നുപോയപ്പോൾ അവിടുന്ന് പലവട്ടം ഞങ്ങളെ വിടുവിച്ചതിനായി സ്തോത്രം. ഒന്നും ഞങ്ങളുടെ നന്മയോ മിടുക്കോ ആയിരുന്നില്ല, ഒന്നും ഞങ്ങളുടെ ശ്രേഷ്ഠതകളായിരുന്നില്ല, കർത്താവേ യോഗ്യതകളായിരുന്നില്ല. അവിടുന്ന് ദയാപൂർവം ഞങ്ങളെ പരിഗണിച്ചതിനായി സ്തോത്രം. അപേക്ഷകളെ ഉപേക്ഷിക്കാതെ ഞങ്ങൾക്ക് തക്ക സമയത്ത് അനുഗ്രഹങ്ങൾ നൽകിയതിനായി സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങൾ കുറെ സമയം അവിടെ സന്നിധിയിൽ വേർപെട്ടിരിക്കുമ്പോൾ അന്യചിന്തകൾ ഞങ്ങളെ ഭരിക്കാതെ വന്ന ഏകാഗ്രതയോട് ഭയഭക്തിയോടെ ഹൃദയങ്ങളെ ഉൾപ്പൂവുകളെ ആരാധനറിയുന്നവരായ ദൈവസന്നിധിയെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളെ അയൽപ്പാനിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് ഞങ്ങൾ വന്നത് കർത്താവെ ഏറ്റവും നന്നായി എന്ന് പറയത്തക്കവണ്ണം കർത്താവെ ചില ഉള്ളങ്ങളിൽ കർത്താവ് നേരിട്ട് ഇടപെടുകയും ആശ്വാസം നൽകി കാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില നീർന്ന ഹൃദയങ്ങളിൽ അവിടുന്ന് ആശ്വാസം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേദനിക്കുന്ന ഹൃദയങ്ങൾക്ക് അവിടുന്ന് ആശ്വാസം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങൾ വന്നതുപോലെ അല്ല, ഒരുപാട് അനുഗ്രഹങ്ങൾ പ്രാപിച്ചു മടങ്ങി പോകുവാനിടയാക്കണമേ. ഇന്നിവിടെ നടക്കുന്ന ആരാധന ഞങ്ങളുടെ എല്ലാ ജീവിതത്തിനും അനുഗ്രഹമാക്കി തീർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ആരാധന പങ്കെടുക്കേണ്ട അവിടുത്തെ പ്രിയമകൾക്കായ സ്തോത്രം. എത്രയും വേഗം വന്നു ചേരുവാനും ഞങ്ങൾ ഒരുമിച്ച് ഇതിനെ ആരാധിപ്പാനും സ്തുതിപ്പാനും കർത്താവേ ആ സ്വർഗീയ കൃപ പങ്കിട്ട് അനുഭവിപ്പാനും ഞങ്ങൾ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും പലരും വരേണ്ടതായിട്ടുണ്ട് കർത്താവേ, അവരെ എല്ലാം നീ കൂട്ടി വരുത്തണമേ. കർത്താവേ, വഴിയിൽ യാത്രകളിലായിരിക്കുന്നവരെ ഓർക്കണമേ പ്രാർത്ഥിക്കുന്നു. എത്രയും വേഗം ഞങ്ങൾ വന്ന് ഒരുമിച്ചിരുന്ന് നിന്നെ ആരാധിപ്പാനും സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സംഗീതോപകരണമായി പ്രിയപ്പെട്ട സഹോദരനായ സ്തോത്രം. കർത്താവെ, അവിടെ കൊടുത്തിരിക്കുന്ന കൃപകൾക്ക് കൃപാകരങ്ങൾക്കുമായി സ്തോത്രം. ദൈവസന്നിധിയിൽ കർത്താവെ നാമത്തിന്റെ പുകഴ്ചയ്ക്കായി പ്രവർത്തിപ്പാൻ അവിടെ ഇടയാക്കിക്കൊണ്ടിരിക്കാൻ സ്തോത്രം. ഇവിടുത്തെ ശുശ്രൂഷ നടത്തുന്ന പാപചപ്രദനായ സ്തോത്രം. ഓടി നടന്ന കർത്താവെ ആളുകളെ കാണുവാനും അവരെ വിളിച്ചു കൊണ്ടുവരുവാൻ കർത്താവെ അവിടുന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇടയാക്കി ഇങ്ങനെ ഒരു മനോഹരമായ ശുശ്രൂഷ എന്റെ ദാസനിൽ കൂടി നടപടിയായി നടത്തുവാൻ യാതൊരു പ്രതിസന്ധികളും യാതൊരു കുറ്റവും കുറവും പറയാതെ വേണം സ്വർഗം നൽകുന്ന ആലോചനയ്ക്ക് അനുസരിച്ച് ചെയ്യുവാൻ ഇടയാക്കിക്കൊണ്ടിരിക്കാൻ സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ മീറ്റിങ്ങിനും കടന്നു വന്ന് സഭയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട സഹോദരനെ അനുഗ്രഹിക്കണം. വന്ന് ഞങ്ങളെ എല്ലാവരെയും കൺപാർക്കണം, കുറവുകളെല്ലാം ക്ഷമിക്കണം. മാനവും മഹത്വവും നീ തന്നെ എടുക്കണം. യേശു മശിഹായുടെ ഏറ്റവും വിനയമായി അപേക്ഷിക്കുമ്പോൾ കനിവുതോന്നി പ്രാർത്ഥന കേൾക്കണം. പ്രിയ പിതാവേ, ആമേൻ. എല്ലാ കാര്യങ്ങളും വെച്ച് വ്യക്തിയോടെ അമ്മ പോരാ പോരാ കുറച്ചുകൂടെ ഏറ്റവും പ്രഭാവിക്കുന്നു. അമ്മ വ്യക്തിയായി നിങ്ങൾ പ്രാർത്ഥിക്കാം.
ശൈത്യം ബലവും അവൻ മകത്തും ജ്ഞാനവും ലോകവും വെട്ടും ശൈത്യം ബലവും എന്റെ മകളെ ആനന്ദത്തെ എന്റെ മനത്തെ Holy
പണം തന്നയച്ചല്ലോ. നിന്റേത് വാങ്ങി കൊച്ചുണ്ട. നിനക്ക് തന്നതുപോലെ ഈ പിമ്പവനും കൊടുക്കാൻ എനിക്ക് മനസ്സ്. എനിക്കുള്ളതിനെ കൊണ്ട് മനസ്സുള്ളതുപോലെ ചെയ്യുവാൻ എനിക്ക് ന്യായമില്ലല്ലോ. ഞാൻ നല്ലവനാകെ കൊണ്ട് നിന്നെ കണ്ണ് കഴിക്കുന്നു. ഇങ്ങനെ പിമ്പന്മാർ മുമ്പന്മാരും മുമ്പന്മാർ പിമ്പന്മാരും ആകും. ഞാൻ നല്ലവനാകെ കൊണ്ട് നിന്നെ കണ്ണ് കഴിക്കുന്നു. ഇങ്ങനെ പിമ്പന്മാർ മുമ്പന്മാരും മുമ്പന്മാർ പിമ്പന്മാരും ആകും. ദൈവമേ, അങ്ങേക്ക് മാത്രം ഉണ്ടാവട്ടെ. ആമേൻ. വേദഭാഗം സങ്കീർത്തനങ്ങൾ 138. സങ്കീർത്തനങ്ങൾ 138. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും. ദേവന്മാരുടെ മുൻപാകെ ഞാൻ നിന്നെ കീർത്തിക്കും. ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തെ നോക്കി നമസ്കരിച്ചു. നിന്റെ ദയയും വിശ്വസ്തതയും നിമിത്തം തിരുനാമത്തിന് സ്തോത്രം ചെയ്യും. നിന്റെ നാമത്തിന് മീതെയൊക്കെയും നീ നിന്റെ വാഗ്ദാനം മഹിമപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരുളി. എന്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. യഹോവേ, ഭൂമിയിലെ സകല രാജാക്കന്മാരെയും നിന്റെ വായും പ്രവചനങ്ങളെ കേട്ടിട്ടു നിനക്ക് സ്തോത്രം ചെയ്യും. അതെ, അവർ യഹോവയുടെ വഴികളെ കുറിച്ച് പാടും. യഹോവയുടെ മഹത്വം വലിയതാകുന്നുവല്ലോ. യഹോ ഉന്നതനെങ്കിലും താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നു. ഗാർഹയെയോ അവൻ ദൂരത്തു നിന്ന് അറിയുന്നു. ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. എന്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈ നീട്ടും. നിന്റെ വലം കൈ എന്നെ രക്ഷിക്കും. യഹോവ നിനക്ക് വേണ്ടി സമാപ്തി വരുത്തും. യഹോവേ, നിന്റെ ദയ എന്നേക്കുമുള്ളത്. തൃക്കൈകളുടെ പ്രവൃത്തി ഉപേക്ഷിക്കരുത്. ദൈവത്തിന് നാമം. വളരെ മനോഹരമായി ജീവിച്ചിരുന്ന അനേകം വയനാട് ജില്ലയിൽ മുണ്ടയ്ക്ക് എന്ന സ്ഥലത്ത് നൂറുകണക്കിന് ജനം ഒറ്റ നിമിഷം കൊണ്ട് ഒഴുകിപ്പോയി. മക്കളെ നഷ്ടപ്പെട്ടവർ, മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവർ, കയ്യിലുള്ള ഭൂമി എവിടെയാണ് പോലും അറിയാൻ കഴിയാതിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്നവർ അഭയാർത്ഥി കേന്ദ്രങ്ങളിലായിരിക്കുന്നു എന്ന് മാത്രം ദൈവം നമ്മെ വളരെ അത്ഭുതമായി ഇതിൽ നടത്തി. ആ ദൈവത്തിന് കൊണ്ട് എങ്ങനെ നമുക്ക് നന്ദി പറയാതിരിക്കാൻ പറ്റും? നമ്മുടെ വിശുദ്ധ കരങ്ങൾ ദൈവത്തിൻ്റെ ഉയർത്തി നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിനെ ആരാധിക്കാൻ ദയവായി നമ്മുടെ വിശുദ്ധ കരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുക.
പ്രിയപ്പെട്ടവരെ, നാം നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ വിശുദ്ധകരങ്ങൾ ദൈവസന്നിധിയെ ഉയർത്തിപ്പിടിക്കുക. എല്ലാ കാര്യങ്ങളും ഉയർത്തിപ്പിടിച്ചാൽ കഴിഞ്ഞ നാളുകളിൽ നമ്മോട് പോലെ ആരാധിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ചില സഹോദരങ്ങൾ രോഗികളും ബലഹീനമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു നിമിഷം കൊണ്ട് പ്രാർത്ഥിക്കാമോ? നെൽസൺപുരവും റോബൻസനോട് സോണിക്കന്മനോട് രാജാരിപ്പാറ എന്നീ പ്രിയ സഹോദരങ്ങൾ മാനസികമായ വെല്ലുവിളി അനുഭവിക്കുന്നവരാണ്. അത്ഭുതമായി ദൈവസൗഖ്യമാക്കേണ്ടതിനായി നമ്മുടെ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കാം. കർത്താവേ, എന്ന സഹോദരങ്ങളെ അത്ഭുതമായി സൗഖ്യമാക്കണമേ. അവർ ചെയ്യുന്ന കാര്യം ഇന്നതെന്ന് അവർക്ക് പോലും അറിയാൻ കഴിയാത്ത അവസ്ഥയിൽ ഭാരപ്പെടുമ്പോൾ ദൈവാത്ഭുതമായി സഹോദരങ്ങളെ സഹായിക്കണമേ. സാമ്രാജ്യപന
ലഭ്യമായിട്ടുള്ള പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കാം. ദൈവാത്ഭുതമായി നടത്തേണ്ടതിനായി പ്രാർത്ഥിച്ചാലേ അനുജകുരുട്ടം വരുന്ന നമ്മൾക്കായി പ്രാർത്ഥിക്കാം. വിദ്യാഭ്യാസത്തിന് ഉന്നതമായ വിദ്യാഭ്യാസം നൽകി വരുന്ന 3 വർഷം മക്കളെ അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. സാമ്പത്തിക ഞെരുക്കവും പൈശാചികമായ പോരുകളും പൂർണ്ണമായി മാറിപ്പോകേണ്ടതിനായി പ്രാർത്ഥിക്കാം. ബാബുവിലവും രാജേന്ദ്രൻ പൊറ്റയിൽ എന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കാം. കാലിൻ്റെ പെട്രോൾ സംഭവിച്ചു പ്രശ്നമായിരിക്കുന്നു. ദൈവം കൊടുത്ത വിടുതനായി എന്ന് പറയാം. രമണി തിരുമലെന്ന പ്രിയ സഹോദരിക്കായി പ്രാർത്ഥിക്കാം. പ്രിയമോളെ അത്ഭുതമായി വിടുവിക്കേണ്ടതിനായി ഏബേൻ പാലോട്ടുള്ള കുഞ്ഞിനായി പ്രാർത്ഥിക്കാം. അടിക്കടി വരുന്ന പനിയുടെ പ്രയാസം വിടുവിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. ഷീജ മലയിലിടുന്ന പ്രിയ സഹോദരി കഴിഞ്ഞ ദിവസങ്ങളിൽ വാഹന അപകടത്തിൽപ്പെട്ട് മണിയുള്ള ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിരുന്നു. അല്പസൗഖ്യം നൽകിയിട്ടുണ്ട്. ഭവനത്തിലായിരിക്കുന്നു. സഹോദരി ഷീജയ്ക്കായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവെ പൂർണ്ണ വിട നൽകി അവരുടെ ദൈവം സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ജിസ്ബിൻ ചോഴിക്കോടെന്ന കുഞ്ഞിനായി പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ആശുപത്രിയിൽ അഭയം പ്രാപിച്ചിരുന്നു. ദൈവസൗഖ്യം നൽകി ഭവനത്തിൽ മടങ്ങിപ്പോയി പൂർണ്ണപ്പെടുന്നതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നാളെ ഗൾഫിലേക്ക് മടങ്ങി പോകുന്ന രമേശ് തേങ്ങാപ്പട്ടണം എന്ന പ്രിയ സഹോദരന് വേണ്ടി ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് പൽക്കാലം നമ്മോടൊപ്പം ഉണ്ട്. നാളെ അദ്ദേഹം തിരിച്ച് ഗൾഫിലേക്ക് കടന്നു പോകാം. ചില വർഷങ്ങൾ കഴിഞ്ഞായിരിക്കും തിരിച്ച് മടങ്ങി വരിക. നമുക്ക് ദൈവത്തോട് സഹോദരന് പ്രാർത്ഥിക്കാം. ചില പൈശാചികമായ പോരുകളും കുടുംബത്തെ വല്ലാതെ വലയ്ക്കുന്നുണ്ട്. ദൈവം വൻ കാവലിടേണ്ടതിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചാണ്. കർത്താവെ അടുത്ത പാൽക്കാലം ഗൾഫ് രാജ്യത്തേക്ക് കടന്നു പോകുന്ന രമേശ് എന്ന സഹോദരനായി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകൾ അവിടെ ആയിരുന്നപ്പോൾ രോഗിയായി താൻ തിരിച്ച് മടങ്ങി വന്നു. കൊടുത്ത സൗഖ്യത്തിനായി സ്തോത്രം. ഇപ്പോഴും പിശാച് മകനെ വല്ലാതെ വലയ്ക്കുന്നുണ്ട്. വൻ ദൂതന്മാരുടെ കാവലുകൊണ്ട് പ്രിയ സഹോദരനെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണം. കർത്താവ് ചെയ്തതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൻ്റെ ആമേൻ. പ്രാർത്ഥനയോടെ ഇരിക്കാം. സന്തോഷമുള്ള ദൈവം കടിച്ചേർന്ന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സന്തോഷത്തോടെ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഈ യോഗത്തിൽ സന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ യോഗത്തിലേക്ക് ഹൃദയമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരസ്യങ്ങളായിട്ട് ചില കാര്യങ്ങൾ നമ്മളെ വേഗത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ. തുറന്നിക്കുന്ന ആരാധനകൾ എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ കൃത്യം 10:30 മണി മുതൽ 1 മണി നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയിൽ എല്ലാ സഹോദരങ്ങളും കടന്നു വരേണ്ടതിനായി പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. അതുപോലെ എല്ലാ ചൊവ്വാഴ്ചകളിലും നമ്മുടെ പബ്ലിക് ആരാധനയാണ്. ഇന്ന് വരാത്തവരെയും അടുത്ത ചൊവ്വാഴ്ച കൂട്ടിക്കൊണ്ടുവരാൻ ഓർപ്പിക്കുന്നു. അടുത്ത ചൊവ്വാഴ്ച പ്രത്യേകതയുണ്ട്. അടുത്ത ചൊവ്വാഴ്ച നമ്മുടെ കൺവെൻഷനാണ്. കർത്താവദാസൻ പോൾ കെ ചന്ദ്രൻ എന്ന ദൈവദാസനാണ് നമുക്ക് ഈ വരുന്ന 27-ാം തീയതി ചൊവ്വാഴ്ച നടക്കുന്ന കൺവെൻഷനിൽ കടന്നു വരിക. നോട്ടീസിൽ നോക്കുമ്പോൾ ചില വ്യത്യാസമുണ്ട്. 30-ാം തീയതി ചൊവ്വാഴ്ചയാണ് നോട്ടീസിൽ കാണുന്നത്. അത് അച്ചടി കർഷകമാണ്. 27-ാം തീയതി ചൊവ്വാഴ്ചയാണ്, ഈ വരുന്ന ചൊവ്വാഴ്ച. ഇത് ഒരു ക്ഷണമായി കരുതി നിങ്ങൾ എല്ലാവരും കടന്നു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശനിയാഴ്ച വരുന്ന ചിലരൊക്കെ ചൊവ്വാഴ്ച വരാറില്ല. അവരെയും കൂടെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. എല്ലാവരും ആ മീറ്റിംഗ് പങ്കെടുക്കുക. നല്ല ദൈവദാസനാണ്. അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് ആയിരിക്കും. നമ്മൾ കടന്നു വരുവാൻ പ്രത്യേകിച്ച് ഞങ്ങൾ ഓർപ്പിക്കുന്നു. അതുപോലെ നവംബർ മാസത്തിൽ കർത്താവദാസൻ കെ എബ്രഹാം നമ്മുടെ ഹോളിൽ വെച്ച് ഇന്ന് അറിയപ്പെടുന്ന സുപ്രസിദ്ധ ഉണർവാസകനായിരുന്ന കെ എബ്രഹാം ഈ ഹോളിൽ വെച്ച് ദൈവവചനം സംസാരിക്കും. നവംബർ മാസം 25, 26, 27 തീയതികളിലാണെന്ന് ആ മീറ്റിംഗ് സ്പോൺസർ ചെയ്യുന്നത് കർത്താവിൻ്റെ രവി അവറുകളാണ്. അദ്ദേഹത്തെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. ശ്രദ്ധിച്ചാലും നമ്മുടെ ഭവനാരാധനകൾ ശ്രദ്ധിച്ചാലും നടക്കുന്ന ഭവനാരാധനകൾ നാളെ ശാന്ത കട്ടേല എന്ന ഭവനത്തിൽ വെച്ച് വൈകുന്നേരം മീറ്റിംഗ് നടക്കുന്നതായിരിക്കും. 26-ാം തീയതി തിങ്കളാഴ്ച അതിനടുത്ത ദിവസം സ്റ്റുവർട്ട് പട്ടേൽ എന്ന ഭവനത്തിൽ വെച്ച് മീറ്റിംഗ് നടക്കും. 31-ാം തീയതി ശനിയാഴ്ച മനി കാഞ്ചിയൂർ എന്ന ഭവനത്തിൽ വെച്ച് ഭവന പ്രാർത്ഥന നടക്കുന്നതായിരിക്കും. പ്രത്യേകം ശ്രദ്ധിച്ചാലും നാളെ ഗൂഗിൾ മീറ്റിങ്ങിൻ്റെ ആരാധന ആരംഭിക്കുന്നവരെ ഞങ്ങൾ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു. നാളെ ആരാധന ആരംഭിക്കുകയാണ്. പേരിനടുത്തുള്ള ചന്തമുക്ക്
ചന്തമുക്ക് എന്ന സ്ഥലത്ത്, പേരിനടുത്ത് ചന്തമുക്ക് എന്ന സ്ഥലത്തുള്ള അക്ഷയ കേന്ദ്രത്തിലാണ്. അതിൻ്റെ 3ാമത്തെ നിലയിലാണ് ഈ ആരാധന ആരംഭിക്കുന്നത്. ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് അവിടെ വെച്ച് ഉദ്ഘാടനം. 3 മണി 4 മണി വരെയാണ് ഉദ്ഘാടനം മാത്രം. 5 മണിക്ക് സൺഡേ സ്കൂൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് സൺഡേ സ്കൂളില്ല എന്നാരും വിചാരിക്കരുത്. സൺഡേ സ്കൂൾ ഞങ്ങൾ 4 മണിക്ക് എടുക്കുന്ന ഉടൻ തന്നെ ഇവിടെ എത്തും. സൺഡേ സ്കൂള് 5 മണിക്ക് ഉണ്ടായിരിക്കും. അത് ഈ ഗൂഗിൾ മീറ്റിങ്ങിൻ്റെ ആരാധന ആരംഭമാണ്. പിന്നെ എല്ലാ മാസങ്ങളിലും ഒരു മീറ്റിംഗ് അവിടെ ക്രമീകരിക്കും. ആ അക്ഷയകേന്ദ്രത്തിൽ വെച്ച് തന്നെ ഡേറ്റ് തീരുമാനിച്ചിട്ടുണ്ടോ? തീരുമാനിച്ചില്ല. ആദ്യത്തെ ബുധനാഴ്ചയാണ്. ആദ്യത്തെ ബുധനാഴ്ച ആയിരിക്കും അവിടുത്തെ മീറ്റിംഗ്. രാവിലെ 10:30 മണി വരെ ആയിരിക്കും എല്ലാ മാസത്തിൻ്റെയും ആദ്യത്തെ ബുധനാഴ്ച. പക്ഷേ ഈ മാസം മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നതല്ല. ഈ മാസം ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്നതുകൊണ്ട് ഈ വരുന്ന മാസം മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നില്ല. അതിൻ്റെ അടുത്ത മാസം മുതൽ, ഒക്ടോബർ മാസം മുതൽ മീറ്റിംഗ് തുടർന്ന് നടക്കുന്നതായിരിക്കും. ആദ്യത്തെ ബുധനാഴ്ച അക്ഷയകേന്ദ്രത്തിൽ വെച്ച് രാവിലെ 10:30 മണിക്ക് നിങ്ങളുടെ അറിയുന്നവരുടെ ഒക്കെ പറയുക. ആ മീറ്റിംഗ് ലീഡ് ചെയ്യുകയും അതുപോലെ ദൈവവചനം സംസാരിക്കുക പവിതയുടെ നേതൃത്വത്തിലായിരിക്കും. അവർ ക്രമീകരിക്കുന്ന ഗൂഗിൾ മീറ്റിംഗ് അവരുടെ സംഘാടകരും അവിടെ ഉണ്ടാകും. നമ്മുടെ എല്ലാവരുടെയും സഹകരണം ആ കാര്യത്തിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. നമ്മുടെ വിനോദയാത്രയ്ക്ക് ഇനി 1 മാസമാണ് മുൻപിലുള്ളത്. നമ്മൾ ശ്രദ്ധിച്ചാലും അതിനുവേണ്ടി പേര് നൽകിയവർ നിങ്ങൾക്ക് പിന്മാറാനുള്ള അവസരം കഴിഞ്ഞു. ഇനി അവസരമില്ല. ഒരുപക്ഷെ ആർക്കെങ്കിലും വരാൻ കഴിയില്ല, പിന്മാറണം എന്നാഗ്രഹമുള്ളവർ മദ്യപിക്കാത്ത ഒരാളെ ആ സീറ്റിലേക്ക് നൽകേണ്ടതാണ്. മുന്തിയ വിഷയക്കാരി ആവശ്യമില്ല. അവരെ ഒഴുകി 2 പേർ ഒഴുകി ആ സീറ്റിലേക്ക് മറ്റൊരാളെ നൽകേണ്ടതാണ്. ആർക്കും തന്നെ പിന്മാറാനുള്ള അവസരം പോയി കഴിഞ്ഞു. ഇനി 15 ദിവസത്തിനകത്ത് ഫുൾ എമൗണ്ടും നൽകേണ്ടതാണ്. കാരണം വാഹനത്തിന് 15 ദിവസം മുമ്പ് ഫുൾ എമൗണ്ട് അടയ്ക്കണം. അതുകൊണ്ട് ഫുൾ എമൗണ്ട് 15 ദിവസത്തിനകത്ത് നൽകേണ്ടതാണ് എന്ന കാര്യം പ്രത്യേകിച്ച് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. ഈ മാസം കൺവെൻഷൻ സ്പോൺസർ വയ്ക്കുന്നത് ആര്യ നീരോട്ടോണം. പ്രോഗ്രാമിനോട് സ്പോൺസർ വയ്ക്കുന്നത് ഈസ പാലോട്ടോട. പ്രിയ സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുന്നതിനും മറന്നുപോലെ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ യഥാസമയം ഞങ്ങളെ അറിയിക്കുക. അതുപോലെ നിങ്ങൾ പ്രാർത്ഥനാ വിഷയങ്ങൾ വലുതാണെങ്കിൽ ഈ ബോക്സിന് മുകളിലൊരു കവറുണ്ട്, അതിനകത്തൊരു ഫോമുണ്ട്. അതിന് ഫോമിൽ കൊണ്ട് ഫില്ല് ചെയ്ത് അടുത്ത പ്രാവശ്യം വരുമ്പോൾ അതേ ബോക്സ് ഇട്ടിരുന്നാൽ സ്ഥിരമായി നിങ്ങൾക്കൊരു പ്രാർത്ഥന ലഭിക്കുന്നതായിരിക്കും. അനേക വിഷയങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി ദൈവം നൽകി എന്നുള്ളതിനെ പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു കാര്യം കൂടെ ഓർപ്പിച്ചോട്ടെ. നമ്മുടെ ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ 2 ബോക്സുകൾ, ഈ ബോക്സ് നമ്മൾ നേരത്തെ മേടിച്ചതാണ്. അന്ന് ഞങ്ങൾ പരസ്യം പറഞ്ഞിരുന്നു. 5 വർഷത്തിന് മുൻപാണ്, 5 വർഷത്തിന് മുൻപ്, കൊറോണയ്ക്കും മുൻപാണ് ഇത് പരസ്യം പറഞ്ഞത്. അന്ന് നമുക്ക് കളക്ഷനായിട്ട് അധികം കാശ് വന്നില്ല. അതുകൊണ്ട് നമുക്കത് ഒരു ബോക്സാണ് ലഭിക്കാൻ കഴിഞ്ഞത്. അന്ന് സഹായിച്ചവർക്ക് ഞാൻ ഈ സമയം നന്ദി അറിയില്ല. 5 വർഷത്തിന് മുമ്പ് സഹായിച്ചവരാണ്. ഒരാൾ നിങ്ങൾ മറന്നുപോയായിരിക്കും. പക്ഷേ ഞാൻ ആ അക്കൗണ്ട്സ് ഈ 5 വർഷം സൂക്ഷിക്കുകയായിരുന്നു. അത് നിങ്ങളെ ഇപ്പോൾ വായിച്ച് കേൾപ്പിക്കാം. വിജയകുമാർ പുല്ലാന്തിവള 2000 രൂപ, രാജലക്ഷ്മി പെരുകാവ് 500 രൂപ, ലസി പുല്ലാന്തിവള 500 രൂപ, അജിത കവരോട്ടോളം 500 രൂപ, രാജേഷ് കുമാർ പൂങ്കോട് 10000 രൂപ, സന്തോഷ് കുരുമുകൾ 2000 രൂപ, അനി കടുപ്പണം 500 രൂപ, പുഷ്പം കടുപ്പണം 500 രൂപ, സജി കുറ്റിക്കാട് 500 രൂപ, ശാന്ത കോട്ടക്കുഴി 500 രൂപ, ഫിലോമിന പാപ്പനം 500 രൂപ, ശോഭി ദേവാറ 200 രൂപ, സാജൻ മണലി 500 രൂപ, ബാബു ഇഴക്കോട് 2000 രൂപ, അമ്പി മാവട്ടോണം 500 രൂപ, ഉഷ മേപ്പകട 500 രൂപ, രാജൻ കോട്ടക്കുഴി 1000 രൂപ, ബിപിൻ മണലി 1000 രൂപ, രവി മാമുന്നിൽ 1000 രൂപ, അരുന്ധതി കുരുമുകൾ 500 രൂപ, സജി കോട്ടക്കുഴി 1000 രൂപ. ഇങ്ങനെ ആകെ ലഭിച്ചത് 21,200 രൂപയാണ് നമുക്ക് ലഭിച്ചത്. നമുക്കന്ന് 80,000 രൂപയുടെ ആവശ്യമുണ്ടായിരുന്നു. ഇത് 38,000 രൂപയാണ് ഈ ഒറ്റ ബോക്സിൻ്റെ വില. 38,000 രൂപ. പിന്നെ കവർ 1,500 രൂപ. അങ്ങനെ 39,500 രൂപയാണ് ഈ ഇരിക്കുന്ന ഒരു ബോക്സ്. അപ്പോൾ നമുക്ക് 2 ബോക്സ് വാങ്ങിക്കാൻ
കഴിയാതെ പോയി. അന്ന് സഹായിച്ചവർക്ക് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ബാലൻസ് 16,000 രൂപ കുറവ് വന്നു. അത് ഞാൻ അന്നിട്ട് 38,000 രൂപയ്ക്ക് ഞാൻ അന്ന് ഈ ബോക്സ് മേടിക്കുവാൻ ഇടയായി തീർന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു ബോക്സും കൂടെ എന്നെങ്കിലും വാങ്ങുമ്പോൾ ഈ പരസ്യം പറയാമെന്നാണ് ഞങ്ങൾ കരുതിയിരുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വൈകി, 5 വർഷം വൈകാൻ കാരണം. ഇപ്പോൾ ഞങ്ങൾ 5 പേര് ചേർന്ന് ഒരു ബോക്സ് സ്പോൺസർ ചെയ്തിരിക്കുകയാണ്. അവരുടെ പേര് ഞാൻ പറയാം: ആതിര, റൈച്ചൽ, ഗീത, പാപ്പച്ചൻ, റോബിൻ. ഇങ്ങനെ 5 പേര് ചേർന്ന് ഒരു ബോക്സ് ദൈവനാമത്തിന് വേണ്ടി സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിലിരിക്കുന്ന ഈ ബോക്സുകൾ ശബ്ദം ഇറങ്ങി നോക്കി, ശബ്ദം കുറവാണ് നിങ്ങൾക്ക് ഇനി ആരാധിക്കണമെങ്കിൽ നിങ്ങൾ സ്റ്റേജിലോട്ട് വരണം. ഇവിടെ എങ്ങനെയാണ് ഞങ്ങൾ ആരാധിക്കുന്നതെന്ന് നല്ല ശബ്ദവും അല്ലേ? അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പ്രസംഗിക്കുമ്പോൾ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? ദൈവദാസം പ്രസംഗിക്കുമ്പോൾ അങ്ങോട്ടാണ് വെച്ചിരിക്കുന്നത് 2 ബോക്സും, ഇങ്ങോട്ട് നമുക്ക് ഒന്നും കേൾക്കാൻ പറ്റില്ല. നിങ്ങൾ കൈയടിക്കുമ്പോൾ നമ്മൾ കൈയടിക്കും, സ്വന്തം പറയും, നമുക്കൊന്നും അറിയാം, കാരണം അങ്ങോട്ടാണ് ഇരുന്നത്. ഇപ്പോൾ നിങ്ങളിനി ആരാധിക്കണമെങ്കിൽ ഞങ്ങൾ പുറകെ വന്നാൽ നേരെ ആരാധിക്കാം. 2 ഫ്രണ്ടിലിരിക്കുന്നവർക്ക് നല്ല ആരാധനയുടെ കുറച്ചുകൂടെ ഈ ഗാംഭീര്യം കിട്ടും. വ്യത്യാസമുണ്ടേ. ഇതിൻ്റെ ശബ്ദം ഈ ഫ്രണ്ടിലിരിക്കുന്നവർക്ക് നല്ല സ്ഫുടമായിട്ടും നല്ല ഇൻസ്ട്രുമെൻസിൻ്റെ എല്ലാ രീതിയും നിങ്ങൾക്ക് ഫ്രണ്ടിലിരിക്കുന്നവർക്ക് ആരാധനയ്ക്ക് കൂടുതൽ മഹിമ. ബാക്കിലിരിക്കുന്ന ആ സൗണ്ട് കുറഞ്ഞിരിക്കുകയാണ്, അങ്ങോട്ടുള്ള സൗണ്ട് കുറഞ്ഞിരിക്കുകയാണ്. അതിനെ സഹായിച്ച എല്ലാവർക്കും ഈ സമയം നന്ദി പറയുന്നു. ഇനി ഒരു ചൊവ്വാഴ്ചകളും ശനിയാഴ്ച കൂടെ ഈ ആഘോഷമായിരിക്കും എന്നുള്ളതിനെ പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമുക്ക് സന്ദേശം നോക്കേണ്ടത് പവിതയാണ്. നേരത്തെ പറഞ്ഞതുപോലെ പവിതയാണ്. തുടർന്ന് നമുക്ക് ദൈവവചനം കേൾക്കാൻ കഴിയും, ശുശ്രൂഷ വായിക്കണം. അതായത് ഈ യോഗം കഴിഞ്ഞ ശേഷം നമുക്ക് വേണ്ടി വ്യക്തിപരമായി പ്രാർത്ഥിക്കുകയും ചെയ്യും. അതിനു മുമ്പ് ഞാനൊരു ദുഃഖവാർത്ത നിങ്ങളെ അറിയിക്കട്ടെ. കമിലാൾ ചെമ്പൂർ എന്ന മാതാവ് 90-ാം വയസ്സിൽ കർത്താവിൽ നിദ്ര പ്രാപിച്ചു എന്ന വിവരം ഞാൻ നിങ്ങളെ വ്യസനപൂർവ്വം അറിയിക്കുന്നു. പരേതയെ സ്മരിച്ചുകൊണ്ട് ഒരു നിമിഷം എഴുന്നേറ്റ് എന്ന് മൗനമായിരിക്കും. കഴിഞ്ഞ നാളുകളിൽ കണ്ണാളെന്ന ചെമ്പൂര് എന്ന പേര് മാതാവിന് വേണ്ടി വളരെ അത്യാവശ്യത്തിലായിരുന്നപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു. അവിടെ കുടുംബത്തിലുള്ള മകളും മരുമകനും കുഞ്ഞുങ്ങളും ഞങ്ങളുടെ ആരാധനയിൽ സജീവാംഗങ്ങളാണ്. പ്രിയ മാതാവിൻ്റെ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു.
പ്രിയ മാതാവ് 10 മക്കൾക്ക് ജന്മം കൊടുക്കുകയും എല്ലാവരെയും പഠിപ്പിച്ച് ഗസറ്റഡ് റാങ്കുകളിലേക്ക് കൊണ്ടുവരുവാൻ സർവശക്തനായ ദൈവം സഹായിച്ചു. ദുഃഖിതരായി വേർപാടിൻ്റെ ദുഃഖിതരായിരിക്കുന്നു പ്രിയ മക്കൾക്കായി, മരുമക്കൾക്കായി, കൊച്ചുമക്കൾക്കായി, ബന്ധുക്കൾക്കായി, ചർച്ചകൾക്കായി ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വേർപാട് താങ്ങാനാവാത്തതാണെങ്കിലും ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്. ഞങ്ങൾക്ക് പ്രിയമാനവനെ പോയി കാണാം എന്ന പ്രത്യാശയോടെ ഞങ്ങളായിരിക്കും. കർത്താവിൻ്റെ വരവ് ആസന്നമാണെങ്കിൽ ഞങ്ങൾക്ക് വീണ്ടും ദൈവത്തെ കാണുവാൻ, പ്രിയ സഹോദരിയെ കാണാൻ കഴിയുന്ന പ്രത്യാശയോടെ ഞങ്ങളായിരിക്കും. ദുഃഖിതരായിരിക്കുന്ന എല്ലാവർക്കും ആശ്വാസം, സമാധാനം നൽകണം.